അടുത്തത് ചിങ്ങക്കൂറാണ്. മകം, പൂരം, ഉത്രത്തിൽ കാല്, ഉത്രത്തിൻ്റെ ആദ്യപാദം. ഈ 3 നക്ഷത്രങ്ങൾ ചേർന്നതാണ് ചിങ്ങക്കൂറ്. ഇവർക്ക് ചില ബുദ്ധിമുട്ടുകളുണ്ട്. ഇത് കുറച്ചൊന്ന് വേഴ്സൺ ചെയ്യാനും ഈ ആഴ്ച കാര്യമായിട്ട് അങ്ങനെ ഒരു ഫലമാണ് അവരെ കാത്തു നിൽക്കുന്നത്. ഒന്നാമത് കേതു ആണ് ലഗ്നത്തിൽ നിൽക്കുന്നത്. അപ്പോൾ പല കാര്യങ്ങൾക്കും ഒരു വ്യക്തതക്കുറവ് ഉണ്ടാകും. നമ്മൾ വളരെ വിശ്വാസത്തോടു കൂടി ചെയ്യുന്ന പ്രൊജക്റ്റുകളോ മറ്റ് സംരംഭങ്ങളോ ഒക്കെ ആണെങ്കിൽ പോലും നമുക്ക് വീണ്ടും പുനഃചിന്ത ആവശ്യമാണ് എന്ന് നമുക്ക് തന്നെ തോന്നും. അത് രണ്ടാമത് വീണ്ടും റീകൺസിഡർ ചെയ്യേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങളും ഉണ്ടാകും. അതൊരു ദൗർബല്യമാണെന്ന് വിചാരിക്കേണ്ട. അങ്ങനെ ഒരു സ്വഭാവം കൊണ്ടല്ല, മറിച്ച് ഈ തെറ്റുകളെ ഉണ്ടായേക്കാവുന്ന തെറ്റുകളെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്വയം ശ്രമിക്കുന്നതാണ്. 12ാം ഭാവത്തിൽ വ്യാഴവും ബുധനും ശുക്രനും യോഗം ചെയ്യുന്നുണ്ട്. അത് ചില ഗുണങ്ങളും ഉണ്ടാക്കും. അതായത് വിദേശ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, ജോലികളോ ബിസിനസ്സോ കരാറുകളോ അങ്ങനെയൊക്കെ ഉള്ളത്, അതുപോലെ തന്നെ ഓൺലൈൻ ചെയ്യുന്ന ജോലികൾ, ആശുപത്രി സംബന്ധമായിട്ടോ ഗവേഷണപരമായിട്ടോ അല്ലെങ്കിൽ രസവിദ്യ, കെമിക്കൽ ആയിട്ടുള്ള ബിസിനസ്, ഇങ്ങനെ അല്ലെങ്കിൽ അതിൽ ഗവേഷണം മറ്റു കാര്യങ്ങളൊക്കെയും ആത്മീയ കാര്യങ്ങളിലും ഒക്കെ ജോലി ചെയ്യുന്നവർക്ക്, ആ മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്ക് അനുകൂലമായിട്ടുള്ള കാലമാണ് ഇത്. അംഗീകാരം ലഭിക്കാൻ താമസമുണ്ടാകും. പല നമ്മൾ ചെയ്യുന്ന പ്രവർത്തികളിൽ അത് പൂർണ്ണമാക്കിയാൽ പോലും അത് അംഗീകാരം താമസിക്കും. ഇപ്പോൾ അത് കുറച്ചൊന്ന് ലാഗ് ചെയ്യാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. വലിയ ഇൻവെസ്റ്റ്മെൻറ്റുകളോ അല്ലെങ്കിൽ നൂതന സംരംഭങ്ങളോ ഇപ്പോൾ തുടങ്ങുന്നത് അത്ര അനുകൂലമായിരിക്കില്ല. ഇപ്പോൾ നിലവിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ വെച്ച് അതിനെ ശക്തിപ്പെടുത്തുക എന്നുള്ളതല്ലാതെ നൂതന പ്രവർത്തനങ്ങൾ ഇവർ ചെയ്യാതിരിക്കുകയാണ് നല്ലത്. പൊതുവേ ധനപരമായിട്ട് നോക്കിയാൽ ചിലവുകൾ കുറച്ച് കൂടുതൽ വർദ്ധിക്കാൻ ഉള്ള സാഹചര്യങ്ങൾ കാണുന്നുണ്ട്. ആരോഗ്യ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, ആശുപത്രി മുതലായിട്ടുള്ള ചിലവുകൾ, യാത്ര സംബന്ധമായിട്ട്, വിദ്യാഭ്യാസം സംബന്ധമായിട്ടും ഒക്കെയുള്ള ചിലവ് ഇവർക്ക് കൂടുതലുണ്ടാവാം. അനാവശ്യമല്ല ചിലവുകൾ എങ്കിൽ പോലും അനാവശ്യമെന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള ചിലവുകൾ അവർക്കുണ്ടാകും. പഴയ നമ്മളുടെ ഒരു സാമ്പത്തിക പദ്ധതി ബിസിനസ്സിലും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ അത് വീണ്ടും പുനഃചിന്തയ്ക്ക് വിധേയമാക്കേണ്ടി വരും. അത് പുനഃക്രമീകരിക്കേണ്ടതായിട്ട് വരും. അല്ലെന്നുണ്ടെങ്കിൽ കടം വന്നുകൂടാൻ, ബിസിനസ്സിനും മറ്റുമൊക്കെ ആണെങ്കിൽ കടം വന്നു ചേരാനുള്ള സാധ്യത ഉണ്ട്. അതുപോലെ കടം കൊടുക്കാതിരിക്കുകയും എന്നതും നിർബന്ധമാണ്. അങ്ങനെയുള്ള കടം കൊടുക്കുന്നത് അതൊരു വലിയ വഴക്കിലേക്കൊക്കെ പോകാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് അതിൽ വളരെ ജാഗ്രതയോടുകൂടി വേണം ചെയ്യാൻ. ആരോഗ്യപരമായിട്ടും അത്ര അനുകൂലമല്ല. അമിതമായിട്ടുള്ള ചിന്തയും മറ്റ് ആശങ്കയും ഒക്കെ കൊണ്ട് ക്ഷീണം വർദ്ധിക്കാം. ശിരസ്സ് സംബന്ധമായിട്ടോ കണ്ണ് സംബന്ധമായിട്ടും ഒക്കെയുള്ള ചില രോഗങ്ങൾ വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. നമുക്ക് ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ കുടുംബത്തിൻ്റെ ഒരു പിന്തുണ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു സമയമാണ്. അത് വേണ്ട വിധത്തിൽ കമ്മ്യൂണിക്കേഷൻ നന്നാക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് സംസാരം കൊണ്ട് അത് ഉണ്ടാക്കേണ്ടതാണ്. അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാമെന്നുണ്ടെങ്കിലും നമ്മുടെ വാക്കുകളുടെ ക്ലാരിറ്റി കൊണ്ട് അത് കുടുംബത്തിൽ ഉണ്ടാകും. ഇവർക്ക് ഒരു കേതുവാണ് ലഗ്നത്തിൽ. കേതു അഗ്നിയെയും ഗണപതിയെയും ഒക്കെ ആണ് അതിൻ്റെ അതിദേവതയായിട്ട് പറയുക. അപ്പോൾ ഗണപതി പൂജ ചെയ്യുന്നതും ഗണപതി ഹോമം ചെയ്യുക മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ നല്ല കാര്യമാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് പഠന സഹായം ദാനമായി കൊടുക്കുന്നത്, വിദ്യാർത്ഥികൾക്ക് ദാനം ചെയ്യുക, അല്ലെങ്കിൽ പഠന സഹായോപകരണങ്ങൾ വാങ്ങിക്കൊടുക്കുന്നതോ ഒക്കെ നല്ല കാര്യമാണ്. അതുകൊണ്ട് പല ഗുണങ്ങളും ഇവർക്ക് ഉണ്ടാകുന്നതാണ്.